ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചക്ക വെച്ചിട്ട് നാടൻ രുചിക്കൂട്ടാണ് തയ്യാറാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് പച്ചക്ക കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായാണ് കേട്ടോ പച്ച. ഇത് നമുക്ക് സാധാരണ എന്താ പറയുക പച്ചക്കായില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. തോല് നമ്മൾ മുഴുവനായിട്ടും കളയണ്ട. ഇതിൻ്റെ ആ മുകളിലത്തെ കരിന്തോലില്ലേ, കട്ടിയുള്ള തോല്, അത് മാത്രം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചീകി കളഞ്ഞാൽ മതി. ഇതിങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സഹായിക്കണം കേട്ടോ. പിന്നെ ഇത് നല്ല സിമ്പിളാണ് തയ്യാറാക്കാൻ, ഒരുപാട് ചേരുവകളൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഈ ഒരു ഒറ്റ കറി മതി, ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് വലുതുമാക്കണ്ട, എന്നാൽ പറ്റ കുനുകുന ആക്കുമ്പോണ്ട ഈ ഒരു രീതിയിലൊന്ന് കട്ടാക്കി എടുത്താൽ മതി. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിത് വെള്ളത്തിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കളർ മാറും കേട്ടോ. അപ്പോൾ ഇതാ നേന്ത്രവാഴയ്ക്ക ആയതുകൊണ്ട്, അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കട്ടാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 3 പഴവും ഇതുപോലെ കട്ടാക്കി എടുത്തത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുക്കുക ഒരു 3-4 പ്രാവശ്യം. അതിനുശേഷം ഞാൻ ഒരു കുക്കറിലാണ് വെക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു മൺചട്ടിയിലൊക്കെ വെച്ചാലും മതിയാകും. ഇപ്പോൾ ഇതാ ഇതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച്, പേസ്റ്റ് ഒന്നും ആക്കണ്ട, ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ വാഴക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇനി 2 വിസിൽ കൂടെ വരട്ടെ. അതവിടെ നിന്ന് വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്കൊരു അരവ് തയ്യാറാക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ഒരു 3 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നത് നമുക്ക് ഈ വാഴയ്ക്ക കൂട്ടുമ്പോൾ ഗ്യാസിൻ്റെയൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വെളുത്തുള്ളി ചേർത്താൽ. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകവും കൂടി ചേർത്തിട്ട് 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ടായി പോയതാണ്. വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് പിരിപിരാന്നൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് പേസ്റ്റായിട്ട് അരക്കരുത്, പിരിപിരാന്ന് അരച്ചാൽ മതി കേട്ടോ. അരച്ചതിന് ശേഷം നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കറിലെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു 3 വിസിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ വാഴക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള, ഇപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേഗാതിരിക്കും. അതുകൊണ്ട് വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു വെള്ളം പോരട്ടോ, കുറച്ചുകൂടി വെള്ളം വേണം. ഇതിരിക്കുന്നതനുസരിച്ച് തിളയ്ക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് വീണ്ടും കുറുകിയൊക്കെ വരും. അപ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരവ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചോറിന് മാത്രമല്ല കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വാഴക്കയൊക്കെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് 1 കപ്പോളം വരുന്ന വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചൊന്ന് ഉടഞ്ഞു വരുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേരുവയൊന്നുമില്ല. കുക്കറിലാകുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു കറി മാത്രം മതി, ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
ഇപ്പോൾ കണ്ടോ കറിയൊന്ന് കുറുകി വന്നത്, നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് കറിയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവാണ് തയ്യാറാക്കേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് അരവ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ ഇത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ആക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കൈപ്പിടി വരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 2 കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് 2 പച്ചക്കയോ 3 പച്ചക്കയോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ചോറിന് നമുക്ക് വേറെ ഒരു കറികളും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ കറി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. നല്ല മണമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കിക്കോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു അടിപൊളി കറിയാണ്. അതുപോലെ തന്നെ ഈ വാഴയ്ക്കൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് കേട്ടോ. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.